15-ന്റെ 5 മൾട്ടിപ്പിൾസ്. ടീച്ചറിന്റെ മുഖത്ത് എന്താ ഒരു വെട്ടക്കുറവ്? ഒന്നുമില്ല മാഷേ. ക്ലാസ്സിലേക്ക് നല്ല ഹാപ്പി ആയിട്ട് പോയതാണല്ലോ. ഒന്നുമില്ലെന്നേ. അത് വെറുതെ, ഞങ്ങൾക്ക് ടീച്ചറിനെ അറിയാവുന്നതല്ലേ. അടുത്ത പീരീഡ് എനിക്ക് 10 സീലാണ്. ഒരു ചെറിയ തലവേദന പോലെ. മാഷ് വേണമെങ്കിൽ 10 സീൽ പൊയ്ക്കോ. അത് കൊള്ളാം. ഒരൊറ്റ പീരീഡ് പോലും കളയാതെ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് ഓടിപ്പോകുന്ന ടീച്ചർ തന്നെയാണോ ഈ പറയുന്നത്? എന്താ ടീച്ചറെ, കാര്യം പറ. ഞാനിപ്പോ 5B വരുന്നത്. ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നു ആവണി. നിങ്ങൾക്കറിയാമല്ലോ, പഠിത്തത്തിൽ മാത്രമല്ല പാട്ടിലും പ്രസംഗത്തിലും ഒക്കെ അവള് മിടുക്കിയായിരുന്നു. ആ കുട്ടിക്ക് എന്ത് പറ്റി ടീച്ചറെ? എന്താന്നറിയില്ല, ഏകദേശം 2 ആഴ്ചയായി അവൾക്ക് വല്ലാത്തൊരു മാറ്റം. ക്ലാസ്സിൽ ശ്രദ്ധിക്കയില്ല, ഒന്നും പഠിച്ചോണ്ടും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. ടീച്ചർ ഒരു കാര്യം ചെയ്യും, ആ കുട്ടിയെ വിളിച്ച് പേഴ്സണലായി ഒന്ന് സംസാരിക്കും. ഞാൻ ചോദിച്ചു, പക്ഷെ ചോദിച്ചിട്ട് അവൾ കല്ല് പോലെ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ പരീക്ഷ ഇട്ടു. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിച്ചിരുന്ന അവൾക്ക് ഇന്ന് കിട്ടിയത് 4 മാർക്ക്. എനിക്കപ്പോ വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ 2 അടിയും കൊടുത്തു. പക്ഷെ ഒരു ഭാവമാറ്റം ഇല്ലാതെ അവളുടെ നിൽപ്പ്. ടീച്ചർ 10 സീൽ പോകുന്നില്ലെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ? ഓക്കെ മാഷെ. മാഷ് ഒരു കാര്യം ചെയ്യും, ക്ലാസ്സിൽ പോകുമ്പോ 5B ആവണി ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടുവോ? ടീച്ചറെ, ആവണിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നു. ആവണി, സ്റ്റാഫ് റൂമിലേക്ക് ചെല്ല്. ഇങ്ങ വാ മോളെ. ആവണിക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. പിന്നെന്താ പഠിക്കാതെ വരുന്നത്? വാ മോളെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. മോളിന്ന് എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. അതെന്താ ഒന്നും കഴിക്കാഞ്ഞേ? വിശപ്പില്ലായിരുന്നു. നമുക്കിവിടെ ഇരിക്കാം. ആവണി, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മോളെ. കുറച്ചു ദിവസമായി ഞാൻ നിന്റെ മാറ്റം ശ്രദ്ധിക്കുന്നു. വീട്ടിലാരോടെങ്കിലും വഴക്കിട്ടോ? കരയല്ലേ മോളെ? അമ്മ വീട്ടിൽ എപ്പോഴും വഴക്ക. അമ്മയുടെ വഴക്ക് കാരണം അച്ഛനും ഒന്നും പറയാറില്ല. അച്ഛനെന്നെ വലിയ ഇഷ്ടവാ, അമ്മയ്ക്കും ഇഷ്ടമൊക്കെയാ. അതെയോ? പക്ഷെ എപ്പോഴും വഴക്ക. എനിക്കറിയാം നിങ്ങൾക്കൊപ്പം ഞാൻ ചേരില്ല. എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നില്ലല്ലോ. എന്റെ ലത, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ എന്റെ ലത, പറയുമ്പോ എന്തൊരു സ്നേഹം. എന്തോ അടി. അമ്മേ, ഞാൻ വരച്ച പടവാ. ഓ, അവിടെ ഒരു വരയും കുറി. പൊക്കോണോ അവിടുന്ന്. എന്നോടുള്ള ദേഷ്യം നീ മോളോടാണോ തീർക്കുന്നത്? അച്ഛനൊരു കോള് വന്നാലും അമ്മയ്ക്ക് സംശയമാ. പിന്നെ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അച്ഛൻ്റെ അമ്മയുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെല്ലുന്നതിന് എന്നെ ഒഴിവാക്കാൻ വേണ്ടി അമ്മ ഫോൺ തരുന്നത്. അല്ലേലും ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റമല്ലേ? നീ എനിക്ക് കുറച്ച് സ്വൈര്യം തരുമോ? അച്ഛാ, മോള് വിഷമിക്കണ്ട, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉള്ളതല്ലേ. അമ്മ എന്തിനാച്ചാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടെ മാത്രം എന്നും വഴക്കാം. ഇവിടെ മാത്രല്ല മോളെ, എല്ലാ വീട്ടിലും ഉണ്ട് ഓരോ പ്രശ്നങ്ങള്. അച്ഛന് സങ്കടമായില്ലേ? അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യവാ. ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മമാരോട് പറയും.
എന്റെ കാര്യം മാത്രം അമ്മ കേൾക്കില്ല. മോള് പറ, അച്ഛൻ കേൾക്കാം മോൾക്ക് പറയാനുള്ളതെല്ലാം. ഇന്നലെ ക്ലാസ്സിൽ വലിയൊരു കോമഡി ഉണ്ടായി അച്ഛാ. ആ, ആഹാ, എല്ലാരും എന്ത് ചിരിയായിരുന്നെന്നറിയാവോ? ആണോ? ദേ മനുഷ്യ, ഞാൻ നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്തവളായതുകൊണ്ടായിരിക്കും പണ്ട് കോളേജിൽ പഠിച്ചവരെല്ലാം ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്. ലതേ, നീ മോളുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത പറയല്ലേ. ദേ 3ാമത്തെ തവണയാ സ്മിത വിളിക്കുന്നത്. ഓ, എടി, ഇത് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന തോമസിന് ഇന്നലെ ഒരു ആക്സിഡന്റ് പറ്റി. ഞങ്ങളെല്ലാരും കൂടി കുറച്ച് പൈസ അവന് കൊടുക്കാൻ വേണ്ടി ആ കാര്യം പറയാൻ വേണ്ടി സ്മിത വിളിച്ചതാ. അച്ഛൻ പറഞ്ഞ സത്യം അമ്മ. ഇന്നലെ ഞാൻ കേട്ടയാ ഫോണിൽ സംസാരിക്കുന്നത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? എന്നാ പോ, ഈ ഫോൺ കൊണ്ട് അവിടെ എവിടെയും പോയി ഇരിക്ക്. ചെല്ല്. അമ്മ ഫോൺ തന്നാ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അച്ഛൻ്റെ അമ്മയുടെ ഫോൺ ഞാൻ മാറി മാറി എടുക്കുമായിരുന്നു. ഒരു ദിവസം വിഷ്ണുമാവൻ വന്നു. ഗൾഫിൽ നിന്നാ വന്നേ. 3 വർഷം കൂടി വന്നതുകൊണ്ട് 5-6 ദിവസം വീട്ടിൽ നിന്നു. നിങ്ങൾ മാത്രം എല്ലാം തിരഞ്ഞ ഒരാള്. സൗകര്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. അല്ലേലും ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റമല്ലേ? അച്ഛാ, ദേ വിഷ്ണുമാമൻ വന്നു. വിഷ്ണുമാമ, എന്തുണ്ടേ ആവണി വിശേഷം? ഒന്നുമില്ല മാമ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് സാറ്റർഡേ അല്ലേ? ആ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? ഓ, ചേച്ചിക്ക് എന്ത് വിശേഷം? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ചേച്ചിക്കൊരു മാറ്റം ഇല്ലല്ലേ ഇളയ? ഇപ്പോഴും പരാതിയും പരിഭവം തന്നെ. 3 വർഷം കൂടി അവൻ ലീവിന് വന്നതാ. വന്നോടനെ അവൻ ചേച്ചിയുടെ കുറ്റം കണ്ടുപിടിച്ചോണം. വാ, കേറ് വാ. കാര്യം സ്വന്തം ചേച്ചിയൊക്കെ തന്നെ. എങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ, എങ്ങനെ സഹിക്കുന്നിളിയാ? ഒന്ന് പോടാ, അവളുടെ ഈ ബഹളമൊക്കെ ഉള്ളൂ. അവള് ശരിക്കും പാവാ. നിറവും ഇല്ല, ജോലിയില്ല എന്നൊക്കെ ഉള്ളൊരു കോംപ്ലക്സാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ചേച്ചി മുടങ്ങാതെ സീരിയലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കേറി വേടാ, നീ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ പോളൂ. കുറച്ച് ദിവസം എന്തായാലും വന്നതല്ലേ, 2 ദിവസം നിൽക്കാം. മോനെ, എനിക്ക് അത്യാവശ്യം ഒരു മെയിൽ ചെയ്യാനുണ്ടേ. ഓക്കെ. അമ്മ എനിക്ക് ഗെയിം കളിക്കാൻ മൊബൈൽ തരുമോ? പോടി, ഇന്നലെ കറണ്ട് ഇല്ലാഞ്ഞോട് ഈ എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ഇത് തീരാതെ ഞാൻ തരത്തില്ല. പ്ലീസ് അമ്മേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നോട്? അമ്മയുടെ പൊന്നു മോളല്ലേ. ദേ മാമ മുറിയിലുണ്ട്. മാമന്റെ ഫോൺ മേടിച്ച് മോള് ഗെയിം കളിച്ചു. മാമ എനിക്ക് ഫോൺ തരുവോ? നിനക്കെന്തിനാ ഇപ്പൊ ഫോൺ? എനിക്ക് ഗെയിം കളിക്കാനാ. എന്ത് ഗെയിം? അതൊക്കെ ഉണ്ട്, താ പ്ലീസ്. ആവണി, ഇവിടെ നിന്നിരുന്നേ. മാമനൊരു കൂട്ടം കാണിച്ചു തരാം. രണ്ടാമത് വിഷ്ണുമാമൻ വന്നത് അച്ഛനും അമ്മയും കല്യാണത്തിന് പോയ ദിവസമാ. എന്നെ വിഷ്ണുമാമനെ ഏൽപ്പിച്ചിട്ട് അവര് കല്യാണത്തിന് പോയത്. വിഷ്ണുമാമനെ കണ്ട പാടെ ഞാൻ പേടിച്ചോടി പോയി. അളിയാ. ആ, ഹായ്. വിഷ്ണു വാടാ, ഇരിക്കേ. കല്യാണത്തിന് പോകാൻ റെഡിയായില്ലേ? ഞാൻ റെഡി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരാന്നറിയോ? അവളെ നോക്കിയിരിക്കുമല്ലേ. ആവണി വരുന്നില്ലേ? അവളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചതാ, വരുന്നില്ലെന്നാ പറയുന്നത്. ഓ, അത് സാരമില്ലെന്നേ, ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വാ. ആ, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്നാ ശരി. ആ വിഷ്ണു, നീ എപ്പോ വന്നോടാ? ദായേച്ചി, ഞാനിപ്പോ വന്നേ ഉള്ളൂ. നിനക്ക് ചായ ഓ, വല്ലതും വേണോ? ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. ആ ശരി. ആ, ഞങ്ങൾ പോയിട്ട് വരാടാ. ഓക്കെ.
മോളെന്തിനാ പോ പേടിക്കുന്നത്? എന്റെ അടുത്ത് മോളുടെ മാമല്ലേ? എനിക്ക് പേടിയാ. മോൾക്ക് അറിയാതെ. വരരുത്. ഒച്ച വെക്കല്ലേ മോളെ? പോ, ഒച്ച എനിക്ക് വെക്കലടി. പേടിയാ. ആവണി കരയല്ലേ മോളെ? ആവണിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? എന്ത് പ്രശ്നം? അവക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ അവള് നിങ്ങളോട് പേഴ്സണലി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയുന്നതാ. നീ മിണ്ടായിരിക്കെ, ടീച്ചർ പറ. നിങ്ങളുടെ സ്വന്തം കുട്ടിക്ക് ഒരു പ്രശ്നം വന്നിട്ട് ഇതുവരെ അറിഞ്ഞില്ലേ? അവണിയും കയറി വന്നേ. ഇവൾ എത്ര മിടുക്കിയായിരുന്നു. ഇവൾക്കുണ്ടായ മാറ്റം നിങ്ങൾ അറിയുന്നില്ലേ? എന്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എന്നോടെങ്കിലും പറയണ്ടേ? ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം പറയാതിരിക്കാ ഭേദം. നമ്മൾ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണം. എന്നാലേ അവർ പേരൻസിന്റെ അടുത്ത് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുകയുള്ളൂ. എന്താ നിന്റെ പ്രശ്നം? പറ. ലത, നീ എന്താ ഈ കാണിക്കുന്നേ? കണ്ടില്ലേ, ഇതല്ലേ സ്വഭാവം? പിന്നെങ്ങനെ കുട്ടികൾ വീട്ടിൽ കാര്യങ്ങൾ പറയുക? നല്ല പേരൻസ് എപ്പോഴും കുട്ടികളെ നന്നായി കേൾക്കുന്നവരായിരിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് കൂടുതലും മൊബൈലിൽ കുട്ടികൾ അഭയം പ്രാപിക്കുന്നത്. വിഷ്ണു ഇയാളുടെ ബ്രദർ അല്ലേ? അതെ. അവൻ ഈ കുട്ടിയോട് ചെയ്തത് എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്ത് ചെയ്തു? ചേച്ചിരിക്കെ, കാര്യം പറയടാ. നിന്റെ കോള് വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. കോടതി നേരെ ഇങ്ങ് പോരുവായിരുന്നു. എന്താ എല്ലാവർക്കും പറ്റിയത്? നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ലത, നീ എന്തിനാ കരയുന്നത്? കാര്യം പറ. ഹരി, എന്താടാ? ചേച്ചി നമ്മുടെ ആവണി മോള്. അവക്ക് എന്താ പറ്റിയത്? എന്റെ മോളിങ് വന്നേ. ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്കറിയത്തില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന്. ഇത് നമുക്ക് ലീഗലി നേരിടണം. വേണ്ട ചേച്ചി, ഇതാരും അറിയണ്ട ചേച്ചി. അവളൊരു പെൺകുഞ്ഞല്ലേ, അവിടെ ഭാവിയെ കരുതി. എല്ലാം എന്റെ തെറ്റാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്റെ പരിചയത്തിൽ ഒരു ASI ഉണ്ട്. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ലീഗലി നീങ്ങാനാണോ പ്ലാൻ? എനിക്കറിയില്ല സാർ. തളർന്നിരിക്കേണ്ട സമയമല്ലിത്. ഇതെന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് നിങ്ങൾ പേരൻസ് ആണ് ഇതിന് ധൈര്യം കൊടുക്കേണ്ടത്. സഹതാപമല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്, കൂടെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. നിങ്ങളൊരു റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ശരി സാർ.
ഞങ്ങൾ വരാം. കയറി വാ, കാണാതെ. സർ, ഇത് അഡ്വക്കേറ്റ് വനജ, വനജയുടെ ബ്രദർ ഹരി, ഹരിയുടെ വൈഫ്. ഓക്കെ. അനിൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സർ, ഇവർ റിട്ടേൺ കംപ്ലൈന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്ക്. സാർ, ആദ്യം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചേച്ചിയും സാറും പറഞ്ഞതനുസരിച്ചാ പരാതി നൽകാൻ തീരുമാനിച്ചത്. പോലീസും നിയമമൊക്കെ ജനങ്ങളെ സഹായിക്കാനുള്ളതാ. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ ഞാനടക്കമുള്ള നിയമപാലകർ വർക്ക് ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ തന്നെയാ പ്രതി. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പോകോളൂ. ഞാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചോളാം. നിനക്ക് എങ്ങനെ തോന്നിയടാ? സ്വന്തം ചോരയല്ലേ? ക്രൈം നമ്പർ 31/2019 IPC 354 പോക്സോ വകുപ്പ് പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിയോ സമാന ചിന്താഗതിക്കാരായ മറ്റാളുകളോ ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക മാതൃകാപരമായ ശിക്ഷ ഈ പ്രതിക്ക് നൽകുവാൻ ഈ കോടതി ഉത്തരവായിരിക്കും. സംയോജിതമായി ഇടപെടുകയും കർശന നിലപാടുകളുമായി മുൻപോട്ട് വരികയും ചെയ്ത സ്കൂൾ മാനേജ്മെന്റിനും അതിജീവതയുടെ മാതാപിതാക്കൾക്കും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച കേരള പോലീസിനും കോടതിയുടെ അഭിനന്ദനങ്ങൾ.